8.9 Powers of Matrices. ഒരു മെട്രിക്സിന്റെ മെട്രിക്സ് എ ആണെങ്കിൽ what is a square? What is the matrix a square? A into the matrix തമ്മിലെ multiplication. What is a cube? A into a square or a square into a. പക്ഷെ ഈ മെട്രിക്സ് നമുക്ക് ഒരു മെട്രിക്സിന്റെ a raised to 6 ഒക്കെ കാണണമെങ്കിൽ ഒരുപാട് കമ്പ്യൂട്ടേഷൻസ് ചെയ്യേണ്ടി വരും. അപ്പൊ അതിനുള്ള ഒരു എളുപ്പ വഴി നമ്മൾ ഉപയോഗിക്കുന്ന ഐഡിയ എന്ന് പറഞ്ഞാല് നമ്മൾ നേരത്തെ പറഞ്ഞ ഐഗൺ വാല്യൂ ഉപയോഗിച്ച്. അപ്പൊ അതെങ്ങനെയാണെന്ന് നോക്കാം. ഇതിന് ആദ്യമായിട്ട് നമുക്ക് വേണ്ട റിസൾട്ട് കെലെ ഹാമിൽട്ടൺ തിയറം ആണ്. കെലെ ഹാമിൽട്ടൺ തിയറം. എന്താണ് കെലെ ഹാമിൽട്ടൺ തിയറം? കെലെ ഹാമിൽട്ടൺ തിയറം, an n by n matrix A satisfy its characteristic equation. An n by n matrix A satisfy its characteristic equation. എന്താണ് പറഞ്ഞ അർത്ഥം നോക്കാം. ഒരു മെട്രിക്സിന്റെ നമ്മളൊരു 2x2 മെട്രിക്സിന്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ നമുക്ക് ലാംഡ സ്ക്വയർ പ്ലസ് 2 ലാംഡ പ്ലസ് 3 ഈക്വൽ ടു 0 എന്ന് കിട്ടി. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എങ്ങനെ കിട്ടാ? ഡിറ്റർമിനന്റ് a മൈനസ് ലാംഡ I ഈക്വൽ ടു 0 എന്നുള്ള ഇക്വേഷൻ നമ്മൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയാം. ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്തപ്പോൾ 2x2 മെട്രിക്സ് ആകുമ്പോൾ 2 ഡിഗ്രിയുള്ള ഒരു പോളിനോമിയൽ ഇക്വേഷൻ ആയിരുന്നു. ഇങ്ങനെ കിട്ടിയാൽ നമുക്ക് ഈ ഇക്വേഷൻ ഈ മെട്രിക്സ് എ എന്നുള്ള മെട്രിക്സ് സാറ്റിസ്ഫൈ ചെയ്യുമെന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാല് we can replace lambda I matrix a square plus 2a plus 3 എന്ന് മാത്രമേ എഴുതാൻ പറ്റില്ല. കോൺസ്റ്റന്റ് കൂടെ ഐഡന്റിറ്റി മെട്രിക്സ് കൊടുക്കണേ. കാരണം മെട്രിക്സ് ആണ്, ബാക്കിയൊക്കെ മെട്രിക്സിനോട് ഒരു നമ്പർ ആഡ് ചെയ്യാൻ കഴിയില്ലല്ലോ. 3i equal to 0 matrix. So this is called Cayley-Hamilton theorem. Cayley-Hamilton theorem states that an n by n matrix satisfies its characteristic equation. Satisfies. അപ്പോൾ നമുക്ക് ഓരോ കേസുകളായിട്ട് ആദ്യം 2x2 മെട്രിക്സിൽ തുടങ്ങാം. ആദ്യം മെട്രിക്സ് ഓഫ് ഓർഡർ 2. ഒരു 2x2 മെട്രിക്സ് എടുക്കുക. നോക്കാം, എങ്ങനെ ഈ നമ്മളുടെ ഈ കെലെ ഹാമിൽട്ടൺ തിയറം വർക്ക്ഔട്ട് ആവും എന്ന് നോക്കാം. a equal to -2 4 -1 3. Characteristic equation is determinant a minus lambda I equal to 0. That is determinant -2 minus lambda 4 -1 3 minus lambda equal to 0. ഇത് സോൾവ് ചെയ്യണം. നമുക്ക് ഇക്വേഷൻ മാത്രമേ ആവശ്യമുള്ളൂ. സോ -2 minus lambda into 3 minus lambda plus 4 equal to 0. That is -6 plus 2 lambda minus 3 lambda plus lambda square plus 4 equal to 0. എത്ര വരിക? ലാംഡ സ്ക്വയർ മൈനസ് ലാംഡ
minus 2 equal to 0. Right? Lambda square, ശരിയല്ലേ? Lambda square minus lambda minus 2 equal to 0. This is the characteristic equation. ഇനി നമ്മളിത് സോൾവ് ചെയ്യാനൊന്നും പോകണ്ട. നമ്മൾ ഇവിടെ വെച്ച് തന്നെ നമുക്ക് പറയേണ്ട കാര്യങ്ങൾ പറയാൻ പറ്റും. എന്താണ് നോക്കാം. Now, by Cayley-Hamilton theorem, by Cayley-Hamilton theorem, by Cayley-Hamilton theorem, എന്താണ് നമുക്ക് പറയാൻ പറ്റുക? A square minus A minus 2I equal to 0. 0 കുറച്ച് വലുതാവും കാരണം 0 becomes 0 matrix. A 2/2 matrix ആയതുകൊണ്ട് 0 എന്ന് പറഞ്ഞ അവിടെ അർത്ഥം 0 0 0 0 എന്നുള്ള ഇതാണ്. ഈ 0ന്റെ അർത്ഥം ഇതാണ്. ഒക്കെ മെട്രിക്സുകളായി മാറി. 2 എന്നുള്ളത് 2I അതായത് ഡയഗണൽ 2 ആയിട്ടുള്ള മെട്രിക്സ് ആയി മാറി. ബാക്കിയൊക്കെ 0 ആയിട്ടുള്ള മെട്രിക്സ് ആയി മാറി. Okay. Now, what is A square? A square equal to A plus 2I, right? A square equal to A plus 2I. A into A രണ്ട് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എന്തൊരു ബുദ്ധിമുട്ടാണ്. നമുക്ക് അതിന് പകരം ഇനി എന്ത് ചെയ്താൽ മതി? A square equal to A plus 2I ചെയ്താൽ മതി. A square equal to A plus 2I ചെയ്താൽ മതി. Now, what is A cube? നോക്കാം. A cube കിട്ടാന് ഈക്വേഷൻ A കൊണ്ട് മൾട്ടിപ്ലൈ അപ്പൊ എന്താവും? A square plus 2A. Now what is A square? A square is again A plus 2I. That is A plus 2I plus 2A. Right? That is 3A plus 2I. This is A cube. Now what about A raised to 4? What about A raised to 4? A raised to 4 equal to വീണ്ടും A കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം 3A square plus 2A. ഇതാണല്ലോ A cube. A cube-നോട് A മൾട്ടിപ്ലൈ ചെയ്ത് A raised to 4 ഇട്ടൂല്ലേ? ഇതാണ് നമ്മുടെ പ്രോസസ്സ്. Now this is equal to 3 into what is A square A plus 2I. A square equal to A plus 2I plus 2A. Again this is equal to 3A plus 6I plus 2A. This is equal to 5A plus 6I. What about A raised to 5? A raised to 5 equal to ഇതേപോലെ A multiply simplify A raised to 5 equal to 11A plus 2I. A raised to 5 equal to 11A plus 10I. A raised to 6 equal to 22A plus 21A plus 22I. 21A plus 22I. Now what is A raised to 6? നമുക്ക് A raised to 6 വളരെ സിമ്പിൾ ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യാം. Basically 21 into what is A? A is our matrix. Minus 2 4 minus 1 3. Plus 22 into I is 1001 is equal to minus 21 into minus 2 minus 42. 21 into 4 84. 21 into minus 1 minus 21. 21 into 3 69, right? Yeah, 63. Plus 22I is, right? Now what about this? It's equal to corresponding entries add here. Corresponding entries add here. Corresponding entries add here. Minus 42 plus 22 minus 20.
84 അല്ലേ, minus 21 85. This will be the matrix a raised to 6. A raised to 6. This will be the matrix a raised to 6. അപ്പോൾ ഇതേപോലെ ഓരോ പ്രോബ്ലം നമുക്ക് ഇതേപോലെ നമുക്ക് വാട്ട് ഈസ് ഇത് അതിനേക്കാളും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, വാട്ട് ഈസ് എ റേസ് ടു എം. എം എത്ര നമുക്കറിയില്ല. എ റേസ് ടു എം എങ്ങനെ കാണുന്നില്ലതാണ് നമ്മളുടെ നെക്സ്റ്റ് എയിം. എ റേസ് ടു എം കാണാന് നമ്മളൊരു ചെറിയ ടെക്നിക്ക് ഉപയോഗിക്കുകയാണ്. എ റേസ് ടു എം കാണാൻ നമ്മളൊരു ടെക്നിക്ക് ഉപയോഗിക്കുകയാണ്. എ റേസ് ടു എം ഈസ് ഓഫ് ദി ഫോം എന്തൊക്കെ ഉണ്ടാവുക, ഒരു ഐന്റെ ഒരു എന്റെ ഒരു ടേം ഉണ്ടാവും, ഐന്റെ ഒരു ടേം ഉണ്ടാവും. അപ്പൊ C1 ഇൻറ്റു എ പ്ലസ് C0 ഇൻറ്റു ഐ ആണ് എ റേസ് ടു എം എന്ന് വിചാരിക്കുക. Right? Then ഈ ഇക്വേഷൻ അതിന്റെ ഏത് സാറ്റിസ്ഫൈ ചെയ്യും? ദിസ് ഇക്വേഷൻ സാറ്റിസ്ഫൈസ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. നമ്മൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷനിൽ നിന്ന് ഡിറൈവ് ചെയ്തിട്ടല്ല ഇവിടെ എത്തിയത്. അപ്പൊ നോക്കുക, ഈ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്താല് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ നമ്മൾക്ക് ഇതുവരെ ചെയ്യാൻ നമുക്ക് സോൾവ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ ഇവിടെ നിന്നിട്ട് നമ്മൾ സോൾവ് ചെയ്ത് നോക്കുകയാണ്. ദിസ് ഇംപ്ലൈസ് ലാംഡ ഈക്വൽ ടു എന്താണ് വരിക? ലാംഡ സ്ക്വയർ സമ്മ് -1ഉം പ്രൊഡക്റ്റ് -2 രണ്ട് നമ്പേഴ്സ് പറയാൻ കഴിയുമോ? 1ഉം 2ഉം അല്ലെ, 1ഉം 2ഉം -2ഉം 1ഉം. ലാംഡ -2 ഇൻറ്റു ലാംഡ പ്ലസ് 1 ഈക്വൽ ടു 0, റൈറ്റ്? ദാറ്റ് ഈസ് ദിസ് ഈക്വൽ ടു അല്ലെ സമ്മ് -1 പ്രൊഡക്റ്റ് -2. ഓക്കെ, ഇപ്പൊ ലാംഡന്റെ വാല്യൂ എന്തൊക്കെയാണ് ഉണ്ടാവുക? Lambda equal to 2 and -1. Lambda equal to 2 and -1. Number. Look, this equation satisfies lambda raised to m equal to C1 lambda plus C0. So, lambda has two values, 2 and -1. For lambda equal to 2 and lambda equal to -1 is substituted in these equations. അപ്പോൾ ആദ്യം ലാംഡ -1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്താവും? എന്താണ് വരിക? -1 raised to m equal to എന്താ പറയാ -C1 plus C0. ലാംഡ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്താ വരിക? 2 raised to m equal to 2C1 plus C0. രണ്ട് ഇക്വേഷനും സബ്ട്രാക്ട് ചെയ്ത് എന്താണ് വരിക? രണ്ടാമത്തെ ഇക്വേഷൻ ആദ്യത്തെ സബ്ട്രാക്ട് ചെയ്യാനല്ലേ അല്ലേ? ഇപ്പൊ 2 raised to m -1 raised to m equal to 3C1 or C1 equal to 1/3 into 2 raised to m -1 raised to m. Now what about C0? What about C0? C0 equal to C0 കിട്ടാൻ എന്ത് ചെയ്യും? C0 കിട്ടാന് നമ്മൾ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ C0 ഈക്വൽ ടു ആദ്യത്തെ ഇക്വേഷന് C0 ഈക്വൽ ടു C1 plus -1 raised to m എന്നല്ല കിട്ടുക. What is C1? So this equal to 1/3 into 2 raised to m -1 raised to m plus -1 raised to m. അപ്പൊ ഇവിടെ ഇത് ശരിക്കും വരിക നോക്കുക, 2 raised to m/3, ഇവിടെ -1 raised to m/3. അപ്പൊ -1
minus 1 raised to m into 1 minus 1 by 3 എന്ന് വരും. That is equal to 2 by 3. That is equal to 2 raised to m 1 by 3 into 2 raised to m plus 2 by 3 into minus 1 raised to m എന്ന് വരും. Is equal to എന്താണ് 1 by 3 കോമൺ എടുത്താല് 2 raised to m plus 2 into minus 1 raised to m. This C naught. So C naught and C1 can be substituted in the equation. So what is our matrix A raised to m? A raised to m എന്ന് പറഞ്ഞാൽ നമ്മളുടെ A raised to m ഇവിടെ എന്താണ് ഇക്വേഷൻ? A raised to m എന്താണ് ഇവിടെ ഇക്വേഷൻ? C1a plus C naught I. C1a plus C naught I. What is C1a? A ഓരോ എൻട്രിനോടും C1 മൾട്ടിപ്ലൈ ചെയ്യണം. എന്താണ് എയിലെ ഓരോ എൻട്രീസ്? എയിലെ എൻട്രീസ് ഏതാണ്? -2 4 -1 3. -2 4 -1 3. What will be C1a then? What will be C1a then? C1 എന്താണ് നമുക്ക് കിട്ടിക്കണേ അല്ലേ? C1 എന്താ ഇവിടെ ഉണ്ട്? Yes. C1a എന്ന് പറഞ്ഞാല് -2 into C1. ഇതിനെ ആ മെട്രിക്സിൽ ഓരോ എൻട്രി കൊണ്ട് മൾട്ടിപ്ലൈ. അപ്പൊ ഫസ്റ്റ് എൻട്രി -2 into 1 by 3 into അപ്പൊ -2 by 3 into 2 raised to m -1 raised to m എന്നാണ് ഫസ്റ്റ് എൻട്രി വരിക. ഇനി രണ്ടാമത്തത് 4 into അല്ലെ 4 by 3 into 2 raised to m -1 raised to m ആണ് വരിക. പിന്നെ മൂന്നാമത് -1 by 3 into 2 raised to m -1 raised to m എന്നാണ് വരിക. നാലാമത് 3 into 3 by 3 ലെ 3 by 3 into അപ്പോൾ വെറും 2 raised to m -1 raised to m എന്നാണ് വരിക. This will be the C1ai. ഇനി what will be C0i? This C1a. What is C0i? C0 is the value. C0 ന്റെ വാല്യൂ അറിയാലോ. C0 equal to C0i എന്ന് പറഞ്ഞാല് 1 by 3 2 raised to m plus 2 into -1 raised to m 0 1 by 3 into 2 raised to m plus 2 into -1 raised to m. Now what? So a raised to m equal to C0 a plus നമ്മുടെ അടുത്ത് C1a plus C0i. Matrix simplify ചെയ്താൽ കിട്ടുക. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. This will be the final answer. 1 by 3 into -2 raised to m plus 4 into -1 raised to m. അടുത്ത് 4 by 3 into 2 raised to m -1 raised to m. അതവിടെ 0 ആയതുകൊണ്ട് അവിടെ ആദ്യത്തെ മെട്രിക്സിൽ എൻട്രി തന്നെ ആയിരിക്കും. ഇവിടെയും ഒരു വ്യത്യാസം ഉണ്ടാവില്ല. -1 by 3 into ആദ്യം C1ലെ എൻട്രി തന്നെ ആയിരിക്കും 2 raised to m -1 raised to m. And last entry 2 raised to m plus 2 -1 raised to m. ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ. അപ്പോൾ ഇതാണ് ആ എൻട്രി സിംപ്ലിഫൈ ചെയ്താൽ കിട്ടുക. അപ്പൊ ഇപ്പൊ നമ്മൾ ഇനി a raised to 100 വരെ കാണാം. a raised to 100 കാണാം, a raised to 1000 കാണാം, a raised to any number കാണാം ഇത് ഉപയോഗിച്ചിട്ട്.
ഇനി ഇതേപോലെ 3x3 മെട്രിക്സിനാണ് നെക്സ്റ്റ് ചെയ്യുന്നത്. മെട്രിക്സ് ഓഫ് ഓർഡർ 3. Compute a raised to m for a equal to 1 1 minus 2 minus 1 2 1 0 1 minus 1. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ കാണാം. What is characteristic equation? Characteristic equation. Determinant a minus lambda I equal to 0. What will equation എന്തായി മാറും? 1 minus lambda 1 minus 2 minus 1 2 minus lambda 1 0 1 minus 1 minus lambda, determinant equal to 0. Now what will be there? 1 minus lambda into, right? 2 minus lambda into minus 1 minus lambda minus 1, first bracket, minus 1 into minus 1 into minus 1 into minus 1 minus lambda minus 0 minus 1 into minus 1 minus lambda minus 1 ഉണ്ട് minus 1 minus lambda 1 plus lambda. ഇനി minus 2 into minus 1 into minus 1 ആണ് minus 1 minus 1 into 1 ആണ് minus 1 minus 0, okay, equal to 0. Equal, that implies 1 minus lambda into 2 minus lambda into minus 2 minus 2 lambda plus lambda square minus 1 minus 1 minus lambda plus 2 equal to 0. That is 1 minus lambda into lambda square minus lambda minus 3 minus lambda plus 1 equal to 0. That is lambda square minus lambda minus 3 minus lambda 2 plus lambda square plus 3 lambda minus lambda plus 1 equal to 0. That is minus lambda cube plus 2 lambda square lambda term minus lambda plus 3 lambda minus lambda minus 2 lambda plus 3 lambda plus lambda minus 3 plus 1 minus 2 equal to 0. So the equation becomes minus 2 minus 1 multiply lambda cube minus 2 lambda square minus lambda plus 2 equal to 0. Okay, ഇത്തരത്തിലുള്ള ഇക്വേഷൻ സോൾവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ അതിനൊരു ടെക്നിക്ക് ഉണ്ട്. എന്താണ് ഈ ടെക്നിക്ക് നോക്കുക. ഇവിടെ ലാംഡ ക്യൂബിന്റെ കോഎഫിഷ്യന്റും മൈനസ് ലാംഡന്റെ കോഎഫിഷ്യന്റും 1 ആണ്. ഇതിന്റെ രണ്ടിന്റെ 2 ആണല്ലേ, മൈനസ് 2 പ്ലസ് 2. ഇത് 1 മൈനസ് 1, ഇത് മൈനസ് 2 പ്ലസ് 2. അപ്പൊ നമുക്കൊരു ഐഡിയ ചെയ്യാം. എന്താണ് ഐഡിയ? ലാംഡ ക്യൂബ് മൈനസ് ലാംഡ minus 2 lambda square plus 2 equal to 0. ഇനി എന്താണ് ഇങ്ങനെ ചെയ്താൽ എന്താ ഗുണം? ഈ രണ്ടെണ്ണത്തില് ലാംഡ കോമൺ ഫാക്ടർ ആണ്. അപ്പൊ എന്താണ് ലാംഡ ഇൻറ്റു ലാംഡ സ്ക്വയർ മൈനസ് 1 minus 2 into lambda square minus 1 equal to 0. Okay? That is lambda square minus 1 is a common factor. Lambda square minus 1 into lambda minus 2 equal to 0. That is lambda square minus 1 equal to 0 or lambda minus 2 equal to 0. That is lambda square minus 1 equal to 0 and lambda square equal to 1, that is lambda equal to plus or minus 1, and that lambda equal to 2. These are the three roots of the
These are the three eigenvalues. ഏതൊക്കെയാണ് eigenvalues വരിക? -1, 1 and 2. Three eigenvalues. Lambda equal to -1, 1, 2. നമുക്ക് ആവശ്യമുണ്ട് a raised to m കാണുമ്പോൾ നമുക്ക് ആവശ്യമുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ളത് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ആണ്. വീണ്ടും ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഈ ബ്ലൂ കളറിൽ ഇത് തന്നെയാണ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. അപ്പൊ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷനിലേക്ക് പോകാൻ നമുക്ക് ആദ്യം what is by Cayley-Hamilton theorem, what we get by Cayley-Hamilton theorem, that a cube minus a minus 2a square plus 2i equal to 0 matrix. That is a cube equal to the 2a square plus a അതാണ് ഇവിടെ നിന്ന് എടുക്കാന്നല്ല, ഇതാണ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. അങ്ങോട്ട് ഓർഡർ മാറ്റിയതെടുത്ത് കുഴപ്പമില്ല. അപ്പോൾ a cube equal to 2a square plus a minus 2i. നോക്കുക ഇവിടെ ഒരു വ്യത്യാസം നോക്കുക. മറ്റൊടത്ത് എയും ഐയും മാത്രം ഉണ്ടായിരുന്നേ, ഇവിടെ a സ്ക്വയർ കൂടി ഉണ്ടാവും. അതായത് a raised to n can be a raised to നമ്മുടെ മെട്രിക്സിന്റെ ഓർഡർ എത്രയാണ്? 3. അതിന്റെ തൊട്ട് താഴെയുള്ള എല്ലാ മെട്രിക്സുകളും ഉണ്ടാവും. കോൺസ്റ്റന്റ് ഉണ്ടാവും, ഐ ഉണ്ടാവും, എ ഉണ്ടാവും, എ സ്ക്വയർ ഉണ്ടാവും. സോ a raised to n can be expressed in terms of I, a square, etc. a raised to n minus 1. a സ്ക്വയർ ആവുമ്പോൾ എന്തായിരുന്നു? എൻ്റെയും ഐൻ്റെയും ടൈമിലായിരുന്നു. a ക്യൂബ് ആയപ്പോൾ എന്തായി? ഐയും എയും എ സ്ക്വയറും. അപ്പൊ ഇനി ഇതുപോലെ നമുക്ക് വാട്ട് വിൽ ബി a raised to 4? a raised to 4 ഇതേപോലെ ഇങ്ങനെ നമുക്ക് ചെയ്യാവുന്നതാണ് നമുക്ക്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം? a raised to m ഡയറക്റ്റ് ചെയ്യാൻ എന്താ ചെയ്യാൻ നോക്കാം. അപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ a raised to m, ശ്രദ്ധിക്കുക, a raised to m contains c0 i plus c1a plus c2 a square. a raised to m ഏത് പവർ ആണെങ്കിലും ഇപ്പൊ a raised to 4 വന്നാലും നമുക്ക് എന്ത് ചെയ്യാം? a ക്യൂബ് വരുമ്പോ ഈ ഫോമുല വീണ്ടും അപ്ലൈ ചെയ്യാം. അപ്പൊ എന്താണെങ്കിലും ഏതൊക്കെ ഉണ്ടാവും? ഐയും എയും എ സ്ക്വയർ ഉണ്ടാവും. a raised to m equal to c0 i plus c1a plus c2a square. അതേപോലെ ലാംഡ raised to m എന്തായിരിക്കും? ഇതിൽ നിന്ന് c0 plus c1 lambda plus c2 lambda square. Now ലാംഡയുടെ 3 വാല്യൂ കൊടുത്താല് നമുക്ക് c0ഉം c1ഉം c2ഉം സോൾവ് ചെയ്യാം. ഏതൊക്കെയാണ് ലാംഡയുടെ 3 വാല്യൂസ്? ആദ്യം ലാംഡ ഈക്വൽ ടു +1 എടുക്കുക, പിന്നെ ലാംഡ ഈക്വൽ ടു -1 എടുക്കുക, പിന്നെ ലാംഡ ഈക്വൽ ടു 2 കൊടുക്കുക. അതല്ലേ 3 വാല്യൂസ് അല്ലേ ലാംഡക്ക് നമുക്ക് കിട്ടിയ? ലാംഡ ഈക്വൽ ടു +-1 1 2 ആണ് നമ്മുടെ ലാംഡകള്. അപ്പൊ ലാംഡ ഈക്വൽ ടു +1 കൊടുത്താൽ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ 1 equal to c0 plus c1 plus c2 എന്നാണ്. ലാംഡ ഈക്വൽ 1 കൊടുത്താല്, ലാംഡ ഈക്വൽ 2 കൊടുത്താൽ -1 കൊടുത്താലോ? -1 raised to m equal to 1 raised to m 1 തന്നെയാണ്, equal to c0 minus c1 plus c2. Right? അല്ലേ? ഇനി ലാംഡ ഈക്വൽ ടു 2 കൊടുത്താലോ? 2 raised to m equal to c0 plus 2c1 അല്ലേ? 2c1 plus 4c2. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടത് വെച്ചാല് ഈ 3 ഇക്വേഷൻസ് c0ഉം c1ഉം c2ഉം കാണണം. അത് അത്ര എളുപ്പമല്ല, പക്ഷെ ഈ ഇക്വേഷൻ കുറച്ച് സിമ്പിൾ ആയതുകൊണ്ട് നമുക്ക് കഴിയും. അതെങ്ങനെയെന്ന് നോക്കാം. ഇവിടെ ഈ 2 ഇക്വേഷൻ കൊടുക്കുക. ഈ 2 ഇക്വേഷൻ നമ്മൾ ആഡ് ചെയ്താല്
ഈ C1 ക്യാൻസൽ ആവും. സബ്ട്രാക്ട് ചെയ്താൽ ആഡ് ചെയ്താൽ എന്താവും? C1 ക്യാൻസൽ ആവും. റൈറ്റ്? സബ്ട്രാക്ട് ചെയ്താൽ C0 ക്യാൻസൽ ആവും. അല്ല, സബ്ട്രാക്ട് ചെയ്താൽ C0 C2 ക്യാൻസൽ ആവും. റൈറ്റ്? രണ്ടും സബ്ട്രാക്ട് ചെയ്താൽ എന്താ? 1 മൈനസ് 1 റേസ് ടു m എന്താണ് വരിക? സബ്ട്രാക്ട് ചെയ്താൽ 1 മൈനസ് 1 റേസ് ടു m എന്താണ് വരിക? 2C1 ആണ് വരിക. അപ്പൊ C1 is solved very fast. C1 equal to 1/2 into 1 minus 1 raised to m. ഇനി ഇനി എന്താണ് ചെയ്യുന്ന നോക്കുക. ഇനി ആദ്യത്തെ രണ്ടെണ്ണം തന്നെ C1 കിട്ടിയാൽ C1ന്റെ ടേംസിൽ അതിനൊരു ഇക്വേഷൻ എടുക്കുക. C1 അപ്പോ C1നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ ആദ്യത്തെ ഇക്വേഷൻ C1 കിട്ടിയല്ലോ, ഇനി C0 C2 ഉള്ളല്ലോ. ഈ രണ്ട് ഇക്വേഷനും ഒന്നേ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പൊ ആദ്യത്തെ ഇക്വേഷൻ നമുക്ക് എന്ത് എഴുതാം? C0 plus C2 equal to 1 minus C1 എഴുതാം. That is 1 minus 1/2 into 1 minus 1 raised to m എന്ന് എഴുതാം. റൈറ്റ് അല്ലേ? That is 1 minus 1/2 പറഞ്ഞാല് എന്താണ് വരിക? 1 minus 1/2 പറഞ്ഞാൽ 1/2. അപ്പൊ 1/2 എന്താണ്? പ്ലസ് 1/2 into minus 1 raised to m എന്നാണ് C0 plus C2. That is equal to, that is C0 plus C2 equal to 1/2 into 1 plus minus 1 raised to m. ഇനി ഈ ലാസ്റ്റ് ഇക്വേഷൻ നോക്കാം. ലാസ്റ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 2 raised to m equal to C0 plus 2C1 plus 4C2 ആണ്. അതിൽ നിന്ന് C0ന്റെയും C2ന്റെയും C0 plus 4C2 എന്താണ് വരിക? അതിൽ നിന്ന് C0 plus 4C2 എന്താണ് വരിക? 2 raised to m minus 2C1 ആണ് വരിക. That is 2 raised to m minus 2 times C1. C1 എന്താണ്? 1/2 into 1 minus 1 raised to m. That is 2 raised to m minus 1 plus minus 1 raised to m. Right? That is 2 raised to m plus minus 1 raised to m minus 1. This C0 plus 4C2. C0 plus C2 ആണ്. C0 plus C2 equal to C2 നമ്മളുടെ മുകളിലുണ്ട് 1/2 into 1 plus minus 1 raised to m. Now ഇത് രണ്ടും നമ്മൾ സബ്ട്രാക്ട് ചെയ്തുകൊണ്ട് വരിക. എന്താ പറയുക? സബ്ട്രാക്ട് ചെയ്താൽ 3C2 equal to 2 raised to m plus minus 1 raised to m minus 1. അടുത്ത അങ്ങനെ തന്നെ 2 raised to m plus minus 1 raised to m minus 1. രണ്ടാമത്തെ minus 1/2 into minus 1 raised to m. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ മൈനസ് നിരത്തിൽ കൊടുത്താൽ മതി, എന്നാൽ സിംപ്ലിഫൈ ചെയ്യാൻ എളുപ്പം വരും. That's equal to 2 raised to m എന്നുള്ളൂ. minus 1 raised to m minus 1 raised to m by 2 subtract plus 1/2 into minus 1 raised to m minus 1 minus 1/2 minus 3/2 is the 3C2. What is C2 then? That is 2 കൊണ്ട് ഇങ്ങോട്ട് മൾട്ടി ഒരു 1/2 കോമൺ എടുക്കാനാണ് നല്ലത്. 3 ഇങ്ങോട്ട് എടുക്കാൻ. അപ്പൊ 1/2 കോമൺ എടുത്താൽ 2 raised to m plus 1 ആവും. എന്നാലുള്ളല്ലോ ഈ 2 അല്ലേ? ഒരു 2 ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോ 2 raised to m plus 1 plus minus 1 raised to m minus 3 divided by 2 എന്നാണ് വരിക.
അപ്പൊ ഇനി C2 പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. C2 ഈക്വൽ ടു 3 ഇങ്ങോട്ട് എടുത്താൽ 1/6 into 2 raised to m plus 1 plus minus 1 raised to m minus 3. This is C2. Now it remains only to find C0. ഈ ഇക്വേഷനിൽ നിന്ന് C0 കാണാം. C0 equal to 1/2 into minus C2 എന്നാണ്. അല്ലെങ്കിൽ മുകളിലുള്ള ഏതെങ്കിലും ഇക്വേഷനിൽ നിന്ന് ഒരുപാട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ഇതാണ് എളുപ്പം ഉണ്ടാവുക. C0 equal to 1/2 plus minus 1 raised to m/2 minus C2. That is equal to 1/2 plus minus 1 raised to m/2 minus 1/6 into 2 raised to m plus 1 plus minus 1 raised to m minus 3. അങ്ങനെ ചെയ്താൽ മതി. 3 കൊണ്ടൊന്ന് ഇതിനൊന്ന് 3 കൊണ്ട് മൾട്ടിപ്ലൈ 1/6 കോമൺ ആക്കിയാൽ ഈ ടേംസിനെ 3 കൊണ്ട് മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എന്താവും 3/6 ആവും. 3 plus minus 1 raised to m divided by 6 ആവും. 6/6 minus 1/6 into 2 raised to m plus 1 plus minus 1 raised to m minus 3. ഇങ്ങനെ എഴുതിയ എന്താ സൗകര്യമൊക്കെ 1/6 എഴുതാം. അപ്പൊ ഒക്കെ 1/6 കോമൺ എടുത്തിട്ട് എഴുതിയ 1/6 into 3 plus minus 1 raised to m. ഇവിടെ 3 വരും അല്ലേ? 3 വരും. 3 into minus 1 raised to m minus 2 raised to m plus 1 minus 1 raised to m plus 3, right? അല്ലേ? മൈനസ് മൾട്ടിപ്ലൈ ചെയ്താല് മൈനസ് പ്ലസ്. 3 plus 3 ആദ്യത്തെ 3യും അവസാനത്തെ 3യും എന്താവും? 6 ആവും. പിന്നെ എന്താണ് ആവാ നോക്കാം. 1/6 into 6 plus 2 into minus 1 raised to m minus 2 raised to m plus 1. This is ഇതെന്താണ്? C0. അപ്പൊ ഇത് ഉപയോഗിച്ച് നമുക്ക് C0 C1 C2 ഉപയോഗിച്ച് നമുക്ക് എന്താ പറയാ a raised to m എഴുതാം. അപ്പൊ അത് വെച്ചിട്ട് നിങ്ങൾ എഴുതിയാൽ മതി. a raised to m C2 അല്ലേ ലാസ്റ്റ് കിട്ടിയാണ്. C2 equal to C0 equal to 1/3 into 3 plus yes. ഇതിനൊരു 3 കോമൺ എടുത്തിട്ട് ക്യാൻസൽ ചെയ്യാം. 1/3 into 2 കോമൺ എടുത്തിട്ട് ക്യാൻസൽ ചെയ്യാം. 3 plus minus 1 raised to m minus 2 raised to m. 2 കോമൺ എടുത്തിട്ട് ക്യാൻസൽ ചെയ്യാം. ഇതാണ് ലാസ്റ്റ് ആൻസർ. a raised to m equal to a raised to m എങ്ങനെയാണ് വരുന്നത്? a raised to m equal to 1/6 into 9 minus 2 raised to m plus 1 minus 1 raised to m 1/3 into 2 raised to m minus 1 raised to m 1/6 into minus 9 plus 2 raised to m plus 1 plus 7 into minus 1 raised to m. Second row എന്ന് പറഞ്ഞാല് 1 minus 2 raised to m 2 raised to m 2 raised to m minus 1. Last row 1/6 into 3 minus 2 raised to m plus 1 minus 1 raised to m 1/3 into 2 raised to m minus 1 raised to m 1/6 into
minus 3 plus 2 raised to m plus 1 plus 7 into minus 1 raised to m.